വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയും കാഴ്ചയും ഒക്കെ വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും വെച്ചു. ഞങ്ങൾ വെച്ചതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വായനയും അനൗൺസ്മെൻറ്റും ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ പൊങ്കാലയുണ്ട്. പൊങ്കാലയിടാൻ പോയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷുവിൻ്റെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു നാട്ടിലാണ്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ബോംബെയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ വിഷുക്കണിയാണ്. ഞങ്ങൾ ധനുഷിന് സ്കൂൾ അടച്ചപ്പോൾ നാട്ടിൽ വന്നു. അതുകൊണ്ട് ഈ വർഷത്തെ വിഷു നമുക്ക് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റി. എന്നാലും നമ്മുടെ ബോംബെയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ വിഷുക്കണി കാണാതിരിക്കാനും നിങ്ങളെയൊക്കെ കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് നാട്ടിലെ വീട്ടിലെ തൊട്ടടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിഷുവിനുള്ള ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അമ്പലത്തിൽ ഇന്ന് അന്നദാനമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലത്തിലല്ലേ. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം. അതിന് അമ്പലത്തിൽ ഭക്ഷണം കൊടുത്ത് തുടങ്ങി. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു, 12:35. അപ്പോൾ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. അപ്പോൾ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഏതാണ് ജरा देखो भाई, जरा देखो भाई. അപ്പം ഇന്ന് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ എഴുന്നള്ളത്ത് അങ്ങനെ പുറത്തേക്കൊന്നും പോകത്തില്ല. എഴുന്നള്ളത്ത് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഭഗവാനെ രഥത്തിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കറക്കത്തേ ഉള്ളൂ. അല്ലാതെ അമ്പലത്തിന് വെളിയിലോട്ട് പോയിട്ടുള്ള ഇതൊന്നുമില്ല, ഘോഷയാത്രയൊന്നുമില്ല. അപ്പം ഇന്ന് തീരുവാണ്. 3 ദിവസം നല്ല രസമായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ പരിപാടി കാണാനൊക്കെ പോയായിരുന്നു. ഡാൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് നേരമൊന്നും ഇരിക്കത്തില്ലായിരുന്നു. ഒരു 10-10:30 വരെയൊക്കെ ഇരിക്കും. 10:30 കഴിയുന്നവരെ അല്ലേ. ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിട്ട് കണ്ടിട്ടൊക്കെ വന്നു. ഇന്നലെ രാത്രിയിൽ നാടകം ഉണ്ടായിരുന്നു. നിനക്ക് നാടകം കാണണമെന്ന് പറഞ്ഞല്ലായിരുന്നു നാടകം? എന്നിട്ട് എന്തേ? ഇന്ന് മാജിക് ഷോ ഉണ്ട് കേട്ടോ. മാജിക് ഷോ കാണാൻ പോകണം കേട്ടോ നമുക്ക്. അപ്പം ഇനി മാജിക് ഷോ ഉണ്ട്. അപ്പം മാജിക് ഷോ കാണാൻ പോകണം. ഇന്നലെ ഡാൻസ് കണ്ടു. ഡാൻസ് മീൻസ് കൈകൊട്ടി കളി. നമ്മുടെ ഇവിടെ അടുത്തുള്ള അവരൊക്കെ അവതരിപ്പിക്കുന്ന കുറേ സ്ത്രീകളെല്ലാവരും പല ഗ്രൂപ്പായിട്ട് അവർ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഇതായിട്ടുള്ള കൈകൊട്ടി കളിയായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ലതായിരുന്നു. അപ്പോൾ അതുണ്ട്, ഇന്നും ഉണ്ട്. ഇനി അത് വൈകിട്ട് കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തോടു കൂടി ഉത്സവം തീരുക. 3 ദിവസം എന്ത് രസമായിരുന്നു. പോയതേ അറിഞ്ഞില്ല 3 ദിവസം. ഇത്ര പെട്ടെന്ന് 3 ദിവസം പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ വീട്ടിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അമ്മ അവിടെ നിന്ന് നോക്കുവാന്ന് തോന്നുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരക്കിൽ പോകാൻ വയ്യ, ഭയങ്കര വെയിലും അല്ല, ലൈനിലൊന്നും നിൽക്കാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ധനുഷ് ഇങ്ങനെ ഇരിക്കുന്നു. ധനുഷ് ഇപ്പോഴും പോയി അമ്പലത്തിൽ, വീണ്ടും ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അമ്പലത്തിൽ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പ്രോഗ്രാം. എന്തുവായിരുന്നല്ലോ കണ്ണാ നീ പോയപ്പോൾ അമ്പലത്തിൽ? കലശപൂജയായിരിക്കും. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് എന്നിട്ട് കാണാം. നോക്കട്ടെ, ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് ഷൂട്ട് ചെയ്യാം.
എന്താ ഇതാ ആ മുന്നിൽ തണലിൽ പോയി നില്ല. ഇനി ആ മുന്നിലെ തണലത്ത് പോയി നില്ല. ആ മുന്നത്തെ തണലത്ത് പോയി നിൽക്കേ. ഞങ്ങളെ കൂടെ വരണേ. അവിടെ ചെല്ലുമ്പോൾ മുമ്പിലാക്കാം. അവിടെയൊക്കെ പോയി ഇന്ന് കാണാം. അതൊക്കെ കാണാം. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുവാണ്. ചോറ്, സാമ്പാർ, അച്ചാർ. ഇതെന്തരാ കൂട്ടുകറിയാന്ന് തോന്നുന്നു. ഇത് കൂട്ടുകറിയാന്ന്. ഇതെന്തരാന്നോ എന്തോ. പയറ് തോരൻ, പച്ചടി, പായസം. ഏകദേശം കഴിക്കാനും തുടങ്ങി. ഞാനും കഴിക്കാം. ഓ അതങ്ങോട്ട് മാറ്റി വയ്ക്കൂ കുഞ്ഞേ. എത്ര മണിയായി? 1:30. കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്താ? പാവ അമ്മമ്മ അതിൽ കൂടെ കറങ്ങി വരത്തേ ഉള്ളൂ. ഞാൻ അമ്മമ്മ പാത്രം കൊണ്ട് കൊടുക്കാൻ പോയിരുന്നു. പാത്രം ഞങ്ങൾ ഭക്ഷണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പാത്രത്തിലാണ് തരുന്നത്. പാത്രത്തിൽ ഇലയിൽ വെച്ചിട്ടാണ് ഭക്ഷണം തരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് എന്നിട്ട് അമ്മ പാത്രം കൊണ്ട് കൊടുക്കാൻ പോയിരുന്നു അമ്പലത്തിൽ. അമ്മ ഇവിടുന്ന് കൊണ്ട് അവരുടെ വർത്തമാനം കൊണ്ടിരിക്കുമായിരുന്നു. അതാ നമ്മൾ നോക്കണം കാണാൻ. ഞാൻ വെരി നൈസ്. ആരോ കിട്ടിയെന്ന് വാർത്താൻ. എനിക്ക് വേറെ പറഞ്ഞൊന്നുമില്ല. അമ്മയ്ക്ക് എന്താ വേണ്ടേ? കിട്ടിയില്ലാന്ന് പറയാം. നമ്മുടെ കറി വല്ലതും വേണോ? നമുക്ക് പച്ചടിയുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്. ആ ഇത് കൈ കിട്ടും. എന്താ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് അമ്പലപ്പറമ്പിലൊന്ന് കയറി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ ഓരോരോ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധനുഷ് ആദ്യമായിട്ടാണ് നാട്ടിൽ ഒരു ഉത്സവത്തിൻ്റെ സ്ഥലത്തൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം. അങ്ങനെ ഞങ്ങൾ ഇതൊരു 3 മണിയായപ്പം അവിടെയൊക്കെ പോയതാണ്. ധനുഷ് പറഞ്ഞ് നമുക്ക് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പറമ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ കറങ്ങി നടന്ന് എന്തൊക്കെയോ കുറച്ച് ഐസ്ക്രീമോ മുറുക്ക്, നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന മുറുക്കുണ്ടല്ലോ, ഈ ചീനി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് കപ്പ വെച്ചിട്ടുണ്ടാക്കുന്നത്, അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ മെയിനായിട്ട് ഇവിടെ കുലുക്കി സർബത്ത് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ട് വന്നതാണ് കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട്. പക്ഷേ കുലുക്കി സർബത്ത് കുടിച്ചില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ ധനുഷ് മേടിച്ചത് കോൺ. അമ്പലപ്പറമ്പിൽ പോയി ഐസ്ക്രീം മേടിച്ചു. അല്ലേ, ഐസ്ക്രീം മേടിച്ച് കഴിക്കണം. ഐസ്ക്രീം ഞങ്ങളിപ്പോൾ ടെറസിൽ കയറി നിൽക്കുവാണ് അമ്പലത്തിലെ ഇതൊക്കെ കാണാനായിട്ട്. ഈ ബാക്കിൽ കാണുന്നതാണ് അമ്പലം. അപ്പോൾ സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ധനുഷ് കുളിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അമ്പലത്തിലോട്ട്. ഇത്രയും നേരം അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പോൾ പോയില്ല. അതുകൊണ്ട് ടെറസിൽ നിന്നിട്ട് അമ്പലത്തിലെ ഘോഷയാത്രയൊന്നുമില്ല, ജസ്റ്റ് അമ്പലത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങും, അതേ ഉള്ളൂ. അത് കാണുവാണ്. ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ് അധികം വെട്ടമില്ലാത്തത്.
ഉത്സവമൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാണ്. ഞങ്ങൾ പോയ സമയത്ത് ഭക്ഷണം കഴിച്ചില്ല. ഞങ്ങൾ 7 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. അതുകൊണ്ട് രാത്രിയിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉത്സവമൊക്കെ കണ്ട് മാജിക് ഷോ ആയിരുന്നു. മാജിക് ഷോ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ സമയം 11:15 ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനി അടുത്തത് ഒരു ബാലയുണ്ട്. അമ്മയ്ക്ക് പോണോ അമ്മ ബാല കാണേ? ബാലെ നീ കണ്ടിട്ടുണ്ടോടാ? ബാലെന്ന് പറഞ്ഞാൽ ഡാൻസ് തന്നെ. ഇന്നലെ നാടകം ഉണ്ടായിരുന്നു. നിന്നെ നാടകം കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. നാടകം നല്ലയാ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുവാണ്. എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ പോയി? നമ്മുടെ വിഷു ഇപ്രാവശ്യത്തെ വിഷു വളരെ ഒരു വെറൈറ്റി വിഷു ആയിരുന്നു അല്ലേ? നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും വിഷു എന്ന് പറയുന്നത് നമ്മൾ അവിടെയായിരിക്കും, മൊബൈലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സദ്യ ഉണ്ടാക്കി വെച്ച് കഴിക്കും. അതേ കണക്ക് തന്നെ വിഷു കണി വെക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വലുതായിട്ടൊന്നും വിഷു ഇല്ല. കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു. സദ്യ ഉണ്ടാക്കി കഴിച്ചു, വിഷു കണിയും വെച്ചു. ഇപ്രാവശ്യം വളരെ പ്രത്യേകതയുള്ള വിഷു ആയിരുന്നു. ഉത്സവം കാണാൻ പോയി. ഉത്സവ സ്ഥലത്ത് ഉത്സവ പറമ്പിൽ കിടന്ന് കറങ്ങി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഉത്സവം കണ്ടേന്റെ? പറയൂ. അല്ലായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഉത്സവം കാണുന്നത്. അമ്മയോ വർഷങ്ങൾക്ക് ശേഷം ഉത്സവം കാണുന്നത് അല്ലേ? ഞാൻ രാത്രി അങ്ങനെ പോയിട്ടില്ല. വർഷങ്ങളായിരുന്നു, ഒരുപാട് വർഷങ്ങളായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും അടുത്തായതുകൊണ്ടാണ് നമ്മൾ പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാലും എല്ലാവരും പോകും. കൈകൊട്ടിക്കളി, ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ കൈകൊട്ടിക്കളി, അത് നല്ലതാ. ഡാൻസ്, അത് കഴിഞ്ഞിട്ട് മാജിക് ഷോ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. എന്തരാ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് നല്ലത് പോയി. ഈ പ്രാവശ്യത്തെ വിഷു ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഏട്ടൻ ഇവിടെ അല്ല, ഏട്ടൻ അടുത്തില്ല എന്നൊരു ഇതേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ഏട്ടൻ അടുത്തുണ്ടാവും. നമ്മൾ 3 പേരും കൂടെ വിഷു ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഏട്ടൻ അവിടെ മൊബൈലായിപ്പോയി. ആ ഒരു വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ വിഷു വളരെ നല്ലതായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങൾക്ക് നല്ലത്, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷുവിൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് വിഷുവിൻ്റെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വിഷു.